2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വലിയ തോതിൽ നിർണായകമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറികളാണ് കേരളത്തിലുടനീളം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനിടയിൽ തന്നെയാണ് പലതരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പല സ്ഥലങ്ങളും കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ നോക്കുമ്പോഴത്തേക്കും വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ, പലയിടങ്ങളിലും ത്രികോണ പോരാട്ടങ്ങൾ, കട്ടുകട്ടിയായിട്ടുള്ള മത്സരങ്ങൾ നടക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ ഏറെ നിലനിൽക്കുന്നുണ്ട്. പ്രവചനാതീതമായിട്ട് വരെ കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് ദേശീയ സർവേ റിസൾട്ട് പ്രകാരം തലസ്ഥാന നഗരിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് തന്നെയാണ്. തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ഇത്തവണ എന്ത് തരം അട്ടിമറിയാണ് നടക്കാൻ പോകുന്നത്? ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന സർവേ റിസൾട്ട് പ്രകാരം വട്ടിയൂർക്കാവിൽ പലതരത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാനും അട്ടിമറികൾ സംഭവിക്കാനുമായിട്ടുള്ള സാധ്യതകൾ വളരെ വലിയ തോതിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളെ വട്ടിയൂർക്കാവിൽ 3 പാർട്ടികളും സ്ഥിരീകരിച്ചതിൽ പിന്നാലെ വളരെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ, കാര്യങ്ങളൊക്കെ തന്നെ വട്ടിയൂർക്കാവിൽ നടന്നു വരികയാണ്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ തോതിൽ ത്രികോണ പോരാട്ടങ്ങൾ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് വട്ടിയൂർക്കാവ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ആര് ജയിക്കും? BJP ജയിക്കുമോ, അതല്ല UDF ജയിക്കുമോ, അതല്ല LDF നിലനിർത്തുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സർവേ റിസൾട്ട് പ്രകാരം വട്ടിയൂർക്കാവിൽ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ LDFന് വോട്ട് പരമാവധി കുറയാനായിട്ടുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നു എന്നുള്ളത് കണക്കുകൾ പ്രകാരം മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് LDFന് വോട്ട് കുറയുകയും BJP വോട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ 2021 നേടിയ ആ ഒരു വോട്ട് കണക്കും 2026 എത്തുമ്പോഴത്തേക്കും പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കണക്ക് നോക്കുമ്പോഴത്തേക്കും വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റിൽ ഏത് തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് അവരുടെ കൈവശമുണ്ടായിരുന്ന സീറ്റ് അത് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ മുരളീധരൻ വന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴത്തേക്കും ആ സീറ്റ് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം, ആ ശ്രമം UDFന് വിജയകരമായി നടത്താൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും UDFനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല വട്ടിയൂർക്കാവിൽ കാണുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ ആ സീറ്റ് ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുകയും UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് ആ സീറ്റിൽ 1ാം സ്ഥാനത്ത് എത്താനായിട്ട് കുറേയധികം പാടുപെടേണ്ടിയും വരുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ. അതായത് UDF നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു ശതമാനക്കണക്ക്, വിജയ ശതമാനക്കണക്ക് ദേശീയ സർവേ റിസൾട്ടുകൾ പ്രകാരം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം, BJP സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു വിജയ ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ BJP സംബന്ധിച്ചിടത്തോളം 38% വിജയസാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു. അതേസമയം അവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ 35% വിജയസാധ്യത കാണുന്നു. അതോടൊപ്പം തന്നെ അവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ 27% വിജയസാധ്യത കണക്കാക്കുന്നത് വട്ടിയൂർക്കാവ് പോലുള്ളൊരു മണ്ഡലത്തിൽ എന്നുള്ളതാണ് കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും. അതോടൊപ്പം തന്നെ അവിടെ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നുള്ളതും വ്യക്തമാണ്. അതായത് ഒരു ടൈറ്റ് ഫൈറ്റ് ആണെങ്കിൽ തന്നെയും നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്കാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടു പിന്നിൽ LDF ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര ഈസി അല്ല എന്നുള്ളതും കണക്ക് വ്യക്തമാക്കുന്നു. അതായത് 27% UDFന് വിജയസാധ്യത അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് പോലുള്ളൊരു മണ്ഡലം അവിടെ തീർച്ചയായിട്ടും BJP, LDF, UDFനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ സ്വാധീനമുള്ള ഒരു സ്ഥലം.
ആ സ്ഥലത്ത് പലതരത്തിലുമുള്ള അട്ടിമറികൾ നടക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ആയാൽ പോലും അവർക്ക് തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് കോർപ്പറേഷൻ പിടിച്ചടക്കാൻ സാധിച്ച ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയും അവിടെ പല രീതിയിലുമുള്ള സ്വാധീനം പലയിടത്തും, പ്രത്യേകിച്ച് BJPയുടെ ഒരു ക്ലാസ് മണ്ഡലമായി തന്നെ കണക്കാക്കപ്പെടുന്ന വട്ടിയൂർക്കാവ് പോലുള്ളൊരു മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJPക്ക് 1ാം സ്ഥാനത്തെത്താൻ സാധിച്ച ഒരു മണ്ഡലത്തിൽ വളരെ വലിയ തോതിൽ തന്നെയാണ് അവർ വിജയപ്രതീക്ഷ വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ വോട്ട് കുറയാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അവിടെ LDF BJP തമ്മിലൊരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറുകയും UDFനെ സംബന്ധിച്ചിടത്തോളവും അവിടെ ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യവുമായി മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു കണക്കിൽ നിന്നും വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് LDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ വിജയസാധ്യത ഒരു പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുന്നു. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം കാണുന്നുണ്ടെങ്കിൽ പോലും ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറിയേക്കാം. വിജയിക്കുന്നത് ആരായാൽ തന്നെയും വോട്ട് ശതമാനം കുറവാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതും വ്യക്തമാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് അവിടെ വോട്ട് ശതമാനം വളരെ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് മുരളീധരൻ വന്ന് മത്സരിച്ചാലും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും. പക്ഷേ വിജയസാധ്യത കുറവാണ് എന്നുള്ള തരത്തിലാണ് ഈ ഒരു സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അവിടെ പക്ഷേ ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. ഒരു യഥാർത്ഥ റിസൾട്ട് എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും ജനം വിധി എഴുതുന്നത് കാത്തിരിക്കേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. പക്ഷേ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കം BJPക്ക് കാണുന്നു. അതോടൊപ്പം തന്നെ LDF തൊട്ടു പിന്നിൽ നിൽക്കുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച അളവിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായി മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും 2026 തെരഞ്ഞെടുപ്പ് LDFനെയും UDFനെയും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ പ്രതീക്ഷിച്ച കണക്കുള്ള ഒരു ജയം ഈ പറയുന്ന രീതിയിൽ 3 പാർട്ടികളിൽ ആരാണ് നേടാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു ത്രികോണ പോരാട്ടം വളരെ വലിയ തോതിൽ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വട്ടിയൂർക്കാവ് പോലുള്ള ഒരു മണ്ഡലത്തിൽ BJP വിജയിക്കുമോ, LDF വിജയിക്കുമോ, അതല്ല UDF ഒരു അട്ടിമറി വിജയം നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.